നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയതു മുതൽ നൽകിയ ഉറപ്പാണ് തീവ്രവാദത്തെ തുടച്ചു നീക്കുമെന്നത്. ഇപ്പോൾ ആ നൽകിയ ഉറപ്പിന്റെ ഭാഗമായി തീവ്രവാദത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ രഹിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പിൽ ഇടത് തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ലകളുടെ എണ്ണം 12-ൽ നിന്നും കേവലം 6 കുറച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രം ഒരു പുതിയ നാഴികക്കല്ല് പിന്നിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഭീകരതയോട് സഹിഷ്ണുത ഇല്ലാത്ത സമീപനവും സമഗ്ര വികസനത്തിനായുള്ള ശ്രമങ്ങളും കൊണ്ട് മോദി ഗവൺമെന്റ് ശക്തവും സുരക്ഷിതത്വവും സമൃദ്ധവുമായ ഭാരതം കെട്ടിപ്പടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാൻ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്നും ഷാ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ബാധിച്ച ജില്ലകളുടെ എണ്ണം 38 ആയിരുന്നു. ഇതിൽ തീവ്ര പ്രശ്നബാധിത ജില്ലകളുടെ എണ്ണം 12-ൽ നിന്നും 6 കുറഞ്ഞു. ആശങ്കാജനകമായ ജില്ലകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ഇത് 9-ൽ നിന്നും 6 കുറഞ്ഞത്. മറ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദിത ജില്ലകളുടെ എണ്ണവും 17-ൽ നിന്നും 6 കുറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ 4 ജില്ലകൾ, അതായത് ബിജാപൂർ, കാംഗാർ, നാരായൺപൂർ, സുക്മ, ജാർഖണ്ഡിലെ ഒരു ജില്ലയായ പടിഞ്ഞാറൻ സിംഗ്ഭൂം, മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയായ ഗഡ്ജിരോൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത നിലനിൽക്കുന്നത്. നിരന്തരമായ നടപടികളെ തുടർന്ന് മറ്റ് ഇടത് തീവ്രവാദ ജില്ലകളുടെ എണ്ണം 17-ൽ നിന്നും 6 കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഛത്തീസ്ഗഡിലെ ദന്തേവാഡ, ഗരിയാബാദ്, മൊഹത്ല, മാൻപൂർ, അക്ബർ ചൌക്ക്, ജാർഖണ്ഡിലെ ലത്തോഹർ, ഒഡീഷയിലെ നുവാപാഡ, തെലങ്കാനയിലെ മുഗുളു എന്നീ ജില്ലകളും ഉൾപ്പെടുന്നു. തീവ്ര പ്രശ്നബാധിത ജില്ലകൾക്കും ആശങ്കാജനകമായ ജില്ലകൾക്കും പൊതു അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ നികത്തുന്നതിനായി കേന്ദ്ര സർക്കാർ യഥാക്രമം 30 കോടി രൂപയും 10 കോടി രൂപയും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇതിനു പുറമെ ആവശ്യാനുസരണം ഈ ജില്ലകൾക്കായി പ്രത്യേക പദ്ധതി സഹായവും നൽകുന്നു. കലാപബാധിത പ്രദേശങ്ങൾ പുതിയ സുരക്ഷാ ക്യാമ്പുകൾ സ്ഥാപിച്ചത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ നിർണായകമായി. റോഡുകളുടെ വികസനം, ഗതാഗത സൗകര്യങ്ങൾ, വെള്ളം, വൈദ്യുതി, മറ്റ് വികസനോന്മുഖമായ ക്ഷേമ പദ്ധതികൾ എന്നിവ ഗ്രാമീണരിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകിയതോടെ ഇടത് തീവ്രവാദ കേസുകൾ ദ്രുതഗതിയിലുള്ള കുറവുണ്ടാവുകയായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.